ഉള്ള ഒരു ഹോം തിയേറ്ററാണ്. മോഡൽ 2145 2.1 ആണ്. അതിൻ്റെ ഊഫർ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് കസ്റ്റമറുടെ പരാതി. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. വലിയ പഴക്കമുള്ളതൊന്നുമല്ല. ഇതാണ് ഡിമോ. എന്തുകൊണ്ടാണ് ഊഫർ വർക്ക് ചെയ്യാത്തതെന്ന് അറിയത്തില്ല. സ്പീക്കർ ഇതിനകത്തില്ല, ഊഫർ മാത്രമേ ഉള്ളൂ. സ്പീക്കർ വേണേൽ വേറെ കൊടുത്ത് നോക്കണം. പുള്ളി ഊഫർ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. മൂളിച്ചെന്ന് പറയുമ്പോൾ ഐ സി പോയത്. ഐ സി വായ്, ഇതാണ് കണ്ടീഷൻ. മൂളിച്ച കേൾക്കാമല്ലോ. ഒത്തിരി നേരം നിന്ന് സ്പീക്കർ കത്തിപ്പോവും. ഐ സി അടിച്ചു പോയി. കാരണം എന്നാന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഈ ഐ സി അടിച്ചു പോകാനുള്ള കാരണം? പറയാം. ഇത്രേ ഉള്ളൂ. ട്രാൻസ്ഫോമർ ഇതാണ് എൻ്റെ ബോർഡ്. 3 ഐ സി ഉള്ളൂ. ഒരു ഐ സി സബ് ഊഫറിനും. ഇത് 4.1 ആണ്, 2.1. ഓരോ സ്പീക്കറിനും ഓരോ ഐ സി. ഇനി ഐ സി നമ്പർ മാറ്റമുണ്ടോ നോക്കിക്കട്ടെ. ഒരേ ടൈപ്പ് നമ്പർ ഐ സി തന്നെയാണോന്നേ ഒന്ന് നോക്കണം. അത്രേ ഉള്ളൂ. അതിനൊന്ന് കുത്തിയേരെ, സോൾട്ടിങ് കുത്തിയേരെ. ടോർച്ചുണ്ടോ? ടോർച്ച് അടിച്ചു നോക്കട്ടെ. പെട്ടെന്നില്ലേ, താഴെയാണോ? ടോർച്ചില്ലാതെ ഏതാണെന്ന് അറിയത്തില്ലല്ലോ. മൊബൈലിൻ്റെ ടോർച്ച് മതിയോ? മൊബൈലിൻ്റെ ടോർച്ചാണെങ്കിൽ മതി. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വ്യൂസ് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പിന്നെ നമുക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളുണ്ടെങ്കിൽ ഇടുക. എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. D2030 തന്നെ. അത് മൂന്നും D2030. ഇനിയിപ്പോൾ ഊഫറിൻ്റെ ഐ സി ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഊഫറിൻ്റെ ഐ സി വന്നിട്ട് ഈ ഐ സിയാണ്. ഈ ഐ സി ആദ്യത്തെ ഐ സി. അപ്പോൾ ഐ സി ഇന്ന് ഡീസോൾഡർ ചെയ്യാൻ പോവാം ഞാൻ. അപ്പോൾ നമുക്ക് ആ മൂളിച്ച മാറുമെന്ന് നോക്കാം. മാറ്റി വെച്ചു. അയണ്, ഫ്ലക്സ്, ലെഡ് എല്ലാം വരട്ടെ. ഇത് 3, 2, 5 കാലമുള്ള ഐ സി ആണ്. TDI 2030 എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്.
all the heartache, 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 all the heartache. I don't think I can take this anymore. I might just break. All the heartache, 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 all the heartache. അതിനകത്ത് കണക്കൊന്നുമില്ലല്ലോ. ഓക്കെ,
അപ്പോൾ അത് തന്നെയാണ് സബ് ഊഫറിൻ്റെ സാധനം. D20 ഉണ്ട് സാധനം. ഇത് TDA 2030 ശരിക്കുമുള്ള സാധനം. TDA 61, TDA 2030, TDA 2050. ഇത് TDA 2030. ഈ TDA എന്ന് പറഞ്ഞാൽ ഫിലിപ്സിൻ്റെ ഐസിയാണ്. ഫിലിപ്സ് ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നാണോ ഫിലിപ്സിൻ്റെ കിട്ടും. അത് ഇച്ചിരി വില കൂടുതലാണ്. പക്ഷേ D എന്ന് പറഞ്ഞ സാധനത്തിന് വില കുറവാണ്. ഇവർ D ആയിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടേതും D തന്നെയാണ്. TDAക്ക് ഇപ്പോൾ വരുന്നില്ലായിരിക്കും. D2030 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഫിലിപ്സൊക്കെ മെഡിക്കൽ ഫീൽഡിലേക്ക് മാറിയല്ലോ. ഇങ്ങനെ മാനുഫാക്ചറിംഗ് ഒന്നും ഇപ്പോൾ ഫിലിപ്സ് ചെയ്യുന്നില്ല, കുറഞ്ഞു. ഫിലിപ്സിൻ്റെ ടെക്നോളജിയൊക്കെ വേറെ കൈമാറിയും തോന്നുന്നു. TDA എന്ന് പറഞ്ഞ് വന്നിരുന്നെല്ലാം ഫിലിപ്സിൻ്റെ ഐസി ആയിരുന്നു, നല്ല ക്വാളിറ്റി ആയിരുന്നു, പോകത്തില്ലായിരുന്നു. ഇപ്പോൾ D2030 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. ഇത് ചിലപ്പോൾ ചൈനക്കാരുണ്ടാക്കുന്നതായിരിക്കും. എനിവേ ചില നമുക്ക് സാധനം കിട്ടുന്നുണ്ടല്ലോ, അതുതന്നെ വലിയ ഉപകാരം. അല്ല പിന്നെ അവിടെ കൊണ്ട് നിൽക്കുവാണല്ലോ കാര്യങ്ങൾ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് വന്നാൽ 3 IC മാറി വരേണ്ടതാണ്. 3 IC മാറേണ്ടതാണ്. നമുക്ക് പാടുവോ മാറണമെന്ന് നോക്കാം. മുഞ്ച് കാലുള്ള ഐസിയാണ്. ഇപ്പോൾ ഒരു പെൻഡ്രൈവ് ഇഞ്ഞെടുത്ത് പാടുമോ എന്ന് നോക്കട്ടെ. സ്പീക്കർ എടുത്ത് നോക്കാം. പിന്നുണ്ടോ? ഇല്ല. പിന്നുള്ളത് എവിടെ പോകും? താഴെയാണോ ഇരിക്കുന്നത് പിന്നുള്ളത്? ഇവിടെ പിന്നില്ലല്ലോ.
രണ്ട് ഇനി സ്പീക്കർ ഊഫറൂടെ കൊടുത്താൽ ഒരു ട്യൂസർ ഞാൻ ഫിലിപ്സിൻ്റെ ഐ സി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിപ്പോൾ ചൈനക്കാരൻ്റെ ഐ സി ആയത് 6 മാസം പോലും ഓടാത്ത അവസ്ഥയായി. അതാണ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പ്രത്യേകത. എല്ലാം ഓക്കെ. ഇനിയിപ്പോൾ ഇത് മുറിക്കാൻ മതി. മുറിക്കണം. ഇത് 32 എന്ന് പറഞ്ഞ ഐ സി അല്ലാത്ത 30 എന്ന് പറഞ്ഞ ഐ സി വല്ലാത്തൊരു ഐ സി ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പെട്ടെന്ന് പോവുകയും ചെയ്യും, പെട്ടെന്ന് പെർഫോം ചെയ്യുകയും ചെയ്യും. നല്ല ഒരു വാട്സും ഉണ്ട്. 2050 ഉണ്ട് ഇതിൻ്റെ, കുറച്ചുകൂടെ ബെറ്ററാണ്. ഇത് 2030. ഇതൊരു നോർമൽ ഇതായിരുന്നു നേരത്തെ തൊട്ട് വന്ന് 2030. ഇപ്പോൾ 2050 ഉണ്ട്. 50 ഇച്ചിരിയുടെ പവർഫുള്ളാണ്. സബ് ഊഫറിനൊക്കെ വെക്കാൻ നല്ല. എന്നാണേലും അത്യാവശ്യം ചിലവ് കുറഞ്ഞ, മോസ്റ്റ്ലി അവൈലബിളായ, ആർക്കും സർവീസൊക്കെ ചെയ്യാവുന്ന നല്ലൊരു ബോർഡാണ് ഈ 2030A. അതേ ഉള്ളൂ, വേറൊരു ബോർഡ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. വേറെ പല ബോർഡുകളും ഉണ്ട്, TDIയുടെ തന്നെ പലതും ഉണ്ട്. എന്നാൽ ഇത് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ മാറിയ ചേട്ടൻ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഒരെണ്ണം മാറിയുള്ളൂ, ആ സബ് ഊഫർ മാത്രമേ മാറിയുള്ളൂ. മറ്റേ രണ്ടും കുഴപ്പമില്ലായിരുന്നു. അത് ഇപ്പുറോട്ടൊക്കെ പറിച്ചിട്ട് നോക്കിയപ്പോൾ മിടുക്കനായിരുന്നു. അതുകൊണ്ട് വെറുതെ കസ്റ്റമറുടെ പൈസ കളയണ്ടല്ലോ. അതുകൊണ്ട് പോയി. പിന്നെ ഇത് തുറക്കാനും എടുക്കാനും ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള സെറ്റല്ലല്ലോ. ഇനി അഥവാ പ്രശ്നം ഉണ്ടായാലും അന്നേരം മാറാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ മാറുകയും സ്ക്രൂകൾ ചെയ്യാനും തീരുമാനിച്ചു. അതൊന്ന് മുറുക്കിയതിന് ശേഷം ഒന്ന് കണക്ട് ചെയ്ത് 2 ഔട്ട്പുട്ട് സ്പീക്കറും വർക്ക് ചെയ്യുമെന്നും സബ് ഊഫറും എല്ലാം വർക്ക് ചെയ്യണമെന്ന് നോക്കി. സ്പീക്കർ എൻ്റെ അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഔട്ട്പുട്ട് എഴുതിയിരിക്കുന്നുണ്ടോ പുറകുവശത്ത് 4 പിന്നുണ്ട്. അതിൽ 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടുമാണ്. ഔട്ട്പുട്ടിൽ അത് മാറി മാറി കുത്തി നോക്കുക. പ്ലേ എടുത്തിട്ട് കുത്തുമ്പോഴേ പ്ലേ ആയിക്കോളും. പെൻഡ്രൈവ് കുത്തി വെച്ചിരിക്കുക ഔട്ട്പുട്ടിൽ. ഇനി ഓണാക്ക്, സപ്ലൈ കൂടെ. ഇനി അത് ഒരു ഇപ്പറ നോക്ക്, 2 സ്പീക്കറും വർക്കിംഗ് ആണോ നോക്ക്. അപ്പോൾ സെറ്റ് ഓൾറെഡി ഓക്കെ ആയിട്ടുണ്ട്. പാട്ടൊന്നും അധികം നേരം കേൾപ്പിക്കാൻ പറ്റത്തില്ല, അറിയാമല്ലോ, കോപ്പിറൈറ്റ് അടിച്ച് കളയും. ഇപ്പോൾ ഇത്രയും തന്നെ കേൾപ്പിച്ചതിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. നമ്മളിതെല്ലാം റെൻഡറെല്ലാം ചെയ്ത് ഇതുണ്ട്, കൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ബസ്സിൻ്റെ ഫ്രണ്ട് പോലെ ഉള്ളത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ കോപ്പിറൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ചെയ്ത പണിയെല്ലാം വെറുതെ ആവും, ഇരട്ടി പണിയാവും. അതുകൊണ്ടാകട്ടോ ഓഡിയോ കേൾപ്പിക്കാത്തത്.
ആ സ്പീക്കർ നമ്മുടെ സ്പീക്കർ, അത് പാക്ക് ചെയ്ത് വിട്ടേക്കല്ല. അത് ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ ഊഫർ മാത്രം അതിനകത്ത് പാക്ക് ചെയ്താൽ മതി. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്പീക്കറാണ്. അത് കൂട്ടിക്കരിക്കും. അപ്പോൾ ഇത് നമ്മൾ 2 DVD പ്ലെയർ നോക്കി, ഒരു സോണിയുടെ ഹോം തിയേറ്റർ നോക്കി, അത് കൂടാതെ ലിമോറിൻ്റെ ഒരു ഹോം തിയേറ്റർ ശരിയാക്കുകയും ചെയ്തു. 3 നോക്കി പെൻഡിങ് ആക്കി വെച്ചു. 4ാമത്തെ സാധനം ശരിയാക്കി കൂട്ടിക്കയറ്റുന്നു. ഇതിപ്പോൾ സമയം രാത്രിയായി, വേണേ നിർത്താമല്ലേ. നമ്മുടെ ജോയിസ്റ്റിക് കൂടെ തീർത്തേക്കാം. ജോയിസ്റ്റിക്, സോണി പ്ലേ സ്റ്റേഷൻ്റെ ജോയിസ്റ്റിക്ക് റെഡി ആവുമെന്ന് നോക്കാം.